അത് ഞാൻ അവൻ്റെ കാര്യം മനസ്സിലായി. എനിക്ക് നിനക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്കണം. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് അത്രയും ദേഷ്യ സങ്കടമൊക്കെ വന്ന. ഇനി എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ എന്നോട് തന്നെ ആദ്യം വന്ന് പറയണം കേട്ടോ. പറയും, പ്രോമിസ്. കീതു, ആ നീ ഇന്നലെ കഴിച്ചായിരുന്നോ? കഴിച്ചു, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. പിന്നെ സോറിഡി, ഞാനന്നങ്ങനെ. അത് സാരില്ല. എൻ്റെ കൂടെ വൈകിട്ടൊന്ന് റിലയൻസ് വരെ വരുമോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഓ പിന്നെന്താ, വരാലോ. ഇപ്പോൾ കയറണോ? ഞാൻ കൊണ്ടാക്കണോ? വേണ്ടടാ, നീ പൊക്കോ, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ ബൈ. എന്നാണോ നോക്കി നിൽക്കുന്നത്? തന്നോട് ഇത് നിർത്താൻ പറഞ്ഞില്ലേ ഞാൻ? എന്തോന്നു? ഈ പുറകെ നടപ്പേ ഞാൻ കുറെ നോക്കിയിടി നിർത്താൻ, പക്ഷെ പറ്റണല്ലോ. എൻ്റെ ദൈവം, ഇങ്ങനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. മിണ്ടി. ഓഹോ, നിങ്ങൾ രണ്ടാളും എപ്പോഴും മിണ്ടി? അത് നിങ്ങൾ രണ്ടുപേരും ചേച്ചിയുടെ അടുത്തുനിന്ന് മാറി നടക്കണ കണ്ടപ്പോൾ കാര്യം ചോദിക്കാൻ ചെന്ന. എടി പിന്നെ സോറി, ഞാൻ അന്നേരത്തെ ദേഷ്യത്തില്. എടാ അത് സാരല്ലോ, ഒന്നില്ലെങ്കിലും എനിക്ക് രണ്ടെണ്ണം കിട്ടണ്ടല്ലേ. അതിന് ഞാൻ തന്നോളാം. അവസരം മുതലെടുക്കുവല്ലേടാ. ഞാനല്ലാണ്ട് നീ പിന്നെ വന്ന് തല്ലു. ഓ ഞാനില്ലേ, നിങ്ങളായ നിങ്ങളുടെ പാടായി. നിങ്ങളെവിടെ എന്നാ? ഞാൻ പോവാ, ബൈ. ഞാൻ കൊണ്ടാക്കണോ? കുഞ്ഞാനെ കൊണ്ടാക്കി തിരിച്ച് ഒറ്റയ്ക്ക് വരണ്ടേ? ഇവളിത് മറന്നില്ലേ? എനിക്ക് അഭിനേഷമൊന്നും ഇല്ല. ഓ പിന്നെ വലിയ കാര്യമായി പോയി. എണീച്ചോടാ. ഡീ, ഇങ്ങനെ ഭ്രാന്താണോ? പ്രാന്ത് നിന്റെ. അതിനോ? ബാക്കി പറയ നീ. ഞാൻ നിന്റെ സീനിയർ അല്ലേ, അതിന് കുറച്ച് ബഹുമാനം ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ? ദ്രോഹി. നിന്റെ അച്ഛൻ. ഡേ ആദ്യം കിട്ടി. സമാധാനായോ ചേട്ടന്? നിന്റെ മറ്റവളോട് പോയി ചോദിക്കടാ മലരെ. മലരാക്കിയതിനാ നീ കറക്റ്റ് വിളിക്കടാ. ചോദിക്കടാ ആദ്യം. എന്ത്? നീയല്ല എൻ്റെ അടുത്ത് എന്തോ പോയി ചോദിക്കാൻ പറഞ്ഞ. ചേച്ചി അങ്ങനെയല്ല, ആരവേട്ടനോട് ചേച്ചിയോട് ചോദിക്കാനാണ് കുഞ്ഞാവ പറഞ്ഞത്. എടി തെണ്ടി. തെണ്ടി ഇല്ല മറ്റവള്. ഇവിളി ഇന്ന് ഞാൻ. അയ്യോ ഒന്ന് നിർത്ത്. നീ ഇനിയും വിളിച്ചോടി, ഞാൻ കട്ട സപ്പോർട്ട്. കട്ട അവൻ്റെ അമ്മൂമ്മയുടെ ഇടിച്ചു പോടെ പഞ്ചാര ഇല്ലട പഞ്ചസാര. നിങ്ങൾക്ക് എന്താടാ വേറെന്താ പ്രാന്ത്? ശരി, നീയല്ലേ തുടങ്ങിയത് ഇത്. അതിനിപ്പോ എന്താ, ഞാൻ നിർത്തിയില്ലേ? അയ്യോ ഇതുങ്ങളപ്പോ അവര് ഫ്രണ്ട്സ് അല്ലേ, വെറുതെ എന്തിനൊരു വഴക്കിന് തടസ്സം നിൽക്കുന്നത്. ഹായ്, നല്ല ആള്. ചേച്ചി ഞാൻ പോക്കോട്ടെ? നീ എങ്ങാനും അനങ്ങിയ നിന്നെ ഞാൻ തട്ടു. പിന്നെ തട്ടാനോട് വാ. ആ തട്ടലൊന്നും അല്ല, കൊല്ലൂന്ന്. ഓ അണ്ടർവേൾഡ് മാഫിയാണോ? വേണമെങ്കിൽ ഞാൻ ആവും. ഈ കുഞ്ഞാവാന്ന് പേരും വെച്ച് നീ മാഫിയ. എന്റെ പേര് ആദിത്യന്നല്ലേ? ആണോടാ കുഞ്ഞാവ? എനിക്ക് അറിയില്ലായിരുന്നു. ഓ തൈര്, നീ ഒറ്റൊരുത്തന്നെ അമരിയൊക്കെ മാറ്റി തന്നു. ഞാനെന്താ ചെയ്ത? നീ അല്ലടെ ചെറുത്താൻ അന്ന് കുഞ്ഞാന്ന് വിളിച്ചു വന്നത്. അത് ഇന്നത്തെ കാര്യ. അതിന്റെ ബാക്കിയാ അത്. അന്ന് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി വിളിക്കൂലെന്ന്. അത് പറഞ്ഞു, പക്ഷെ ഈ ജാടത്തണ്ടിക്ക് അത്രക്ക് ഡിമാൻഡ് വേണ്ടല്ലോ. ആരടി എന്റെ ജാടത്തണ്ടി? എന്റെ ഒന്നല്ല. എവിടെന്ന് കുറ്റം പറിച്ച് വരണ? നിനക്ക് ഇതൊക്കെ ചേരൂ. എനിക്ക് നിനക്ക്. നീ പോട പട്ടി. തന്നെ കണ്ണാടി നോക്കി അങ്ങ് വിളിച്ചാ മതി. പണ്ടം ഇതൊന്ന് വിളിച്ചോട് പൊക്കിടി. വരണ്ടേ? നീ പോടാ, വയറ്റിന്ന് വന്നേനെ. ഓ പിന്നെ നിന്നെ മാനത്തുനിന്ന് എറിഞ്ഞിട്ടേണത്. നിങ്ങക്ക് നാണില്ലേടാ ഈ കൊച്ചു പിള്ളേർ കിടന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ? അങ്ങനെ ചോദിക്കടി ഉണ്ട്. നിന്നോടും കൂടിയാ. ഓ താങ്ക്സ്. നീ പൊക്കോ. ഓക്കെ ബൈ. നീ പോടാ. സൗകര്യമില്ല. അതെ പിന്നെ ആരവേ? എന്തോ? ഞാൻ പോവാട്ടാ. അയ്യോ അങ്ങനെ പോലെ ഞാനും വരുന്നു. ആടാ പോടാ പെങ്കോന്താ. ഓ ശരിടാ പെണ്ണില്ലാത്താന്. നിനക്ക് എന്താടാ? ഡീ ഗീതോ, നമുക്ക് കേട്ടണ്ടേ? വേണ്ട. എന്നോട് വേണ്ടെന്ന് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ല. തന്നോട് വേണ്ടാന്ന് പറയാൻ പ്രായപരിമിതിയൊക്കെ ഉണ്ടോ? കുറച്ച് അഹങ്കാരം കൂടിയില്ലേ നിനക്ക്? കൂടി തനിക്കെന്താ? തന്നെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. തനിക്ക് തന്റെ കാര്യം നോക്കി ആഷിക്കേ. നീ വന്ന് ഇപ്പൊ എന്റെ തല കയറിയിരുന്ന് നിരങ്ങ. ഗീതു, ആരിത്? ഇത്ര നാളായി കണ്ടിട്ട്. എന്റെ അച്ഛനെ കൊന്നാലും തന്നെ വേണോ നിനക്ക് നിന്നെ രക്ഷിക്കാൻ? അവരല്ല, താനാ. ഞാനോ? നീ കണ്ടോ? ഇല്ല, പക്ഷെ താനല്ലേ പൈസക്ക് വേണ്ടി കടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. പൈസക്ക് വേണ്ടി അടി ഉണ്ടാക്കിയെന്ന് വെച്ച് ഞാൻ തന്നെ കൊല്ലണമെന്നില്ലല്ലോ. കൊന്നത് എന്തൊക്കെയാലും നിന്റെ ഈ കൂട്ടുകാരൻ തന്നെ. നീ എന്താടാ മിണ്ടാതെ നിക്കുന്നേ? നീ അല്ലെന്ന് പറ. അത് തന്നെ, അവനല്ലാന്ന് അവൻ തന്നെ പറയട്ടെ. നിന്റെ വായിൽ എന്തിപ്പം നാക്കില്ലേ? പറയണ പുല്ലേ നീ അല്ലാന്ന്. ഏതു
ഐ എം റിയലി വെരി സോറി. എന്തിനാണ് പട്ടിനി എൻ്റെ അച്ഛന്? എടി ഞാൻ നിന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇത്രയും നാൾ എൻ്റെ മുന്നിൽ നല്ലവൻ്റെ വേഷം ചമയല്ലായിരുന്നോ നീ? ഗീതു, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അതിനെന്തിനാണ് പുല്ല നീ എൻ്റെ അച്ഛനെ കൊന്നളഞ്ഞ്? അങ്കിൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്നോട് കൂട്ടൊന്നും വേണ്ടെന്ന്. പിന്നെ നീ എങ്ങാനും എൻ്റെ അടുത്തുനിന്ന്. ഞാൻ നിന്നോട് എന്താ പറയണ്ടേ? എനിക്ക് നിന്നെ കാണണ്ട, പൊക്കോ അങ്ങോട്ടാന്ന് വെച്ചാ. ഗീതു, ഞാൻ അന്നേരത്തെ ഒരു ബുദ്ധിയിൽ എനിക്ക് ഇപ്പോഴും അതിൽ നല്ല കുറ്റബോധമുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. നീ എന്നെ ഇങ്ങനെ സ്വന്തമെന്ന് പറയാൻ ആരില്ലാണ്ട് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു വേദനയുണ്ടല്ലോ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തോന്നിയാസം കാണിക്കാൻ പറ്റിയ കാര്യമാണോ ആഷിക്കേത്? ഇന്നിപ്പോൾ എൻ്റെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഇത്രയൊന്നും അനുഭവിക്കേണ്ട വരില്ലായിരുന്നു. എങ്ങനെയാണ് ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അതൊന്നും ഒന്നും അല്ലാത്ത രീതിയിൽ നിനക്ക് എന്നെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു തരി സ്നേഹമുണ്ടോ നിനക്ക് എന്നോട്? ഗീതു, മിണ്ടി പോരുത് നീ. മേലിൽ എന്നെ അങ്ങനെ വിളിച്ച് പോരുത്. എങ്ങോട്ടാന്ന് വെച്ചാൽ പോടാ നീ. എന്നെ മുന്നിൽ വരരുത് പ്ലീസ്. അയ്യോ ഗീതു, എന്നാടാ പറ്റിയേ? കരയല്ലേ നീ? അവനാണ് എൻ്റെ അച്ഛന്. അവനെന്താ കാര്യം പറയാ നീ? അവൻ എൻ്റെ അച്ഛനെ കൊന്ന്. ഏയ് പോട്ടടി, എല്ലാറിഞ്ഞ സ്ഥിതിക്ക് നീ എൻ്റെ കൂടെ പോരുവേനെ. അവൾ ആരുടെ ഒരുത്തൻ്റെയും കൂടെ പോരുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇനി നിങ്ങളുടെ ഒന്നും തൊലിഞ്ഞ നാടകം കണ്ട ആവശ്യമില്ല അവൾക്ക്. അതിന് നീ ഏതാടാ? ഞാൻ ആരാന്നാ ഞാനിപ്പോൾ പറഞ്ഞത്? ഞാൻ ആരാന്ന്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു കൊടുക്കടി നിന്റെ കാമുകന്. എനിക്ക് അറിയാടാന്നറി നീ കാണിച്ച തെണ്ടിത്തരൊക്കെ. ഇനി അതിന് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും വേണ്ട. നിനക്കെന്തിനാ ഈ സ്വർണത്തിനോട് ഇത്ര ആർത്തി? നിന്റെ ചാവുമ്പോൾ ആരും സ്വർണം ഇട്ടിട്ടൊന്നും കത്തിക്കാൻ പോകുന്നില്ല. ആർക്ക് വേണടാ നിന്റെ ക്ലാസ്? എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടാണ്ട് ഞാൻ പോകുന്നു നീ വിചാരിക്കണ്ട. അതിന് ആര് ക്ലാസ് എടുക്കണം? അല്ലെങ്കിൽ നിനക്കൊക്കെ ക്ലാസ് എടുത്തിട്ട് എന്താ ഗുണം? നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ തരാം. പിന്നെ ഇവളെ ശല്യം ചെയ്ത് ഇവിടെ പിറകെ നടക്കരുത്. തരാന്ന് നീ പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് പറയട്ടെ, അവള് പറഞ്ഞാൽ ഞാൻ പോകാം. തനിക്ക് വേണ്ട സ്വത്തും പണം ഒക്കെ ഞാൻ തരാം. ഒന്ന് ദയവ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ? ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്നെങ്ങാനും പറ്റിക്കാൻ അഭാവമെങ്കിൽ നിനക്കറിയാലോ എൻ്റെ സ്വഭാവം. ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. തനിക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ വന്ന് എടുത്തോണ്ട് പൊക്കോ. പോന്നിപ്പോ. നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഇനി മേല് അവളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ നിൽക്കരുത്. പോടാ പുല്ലേ ഇവിടുന്ന്. താങ്ക് യു. എനിക്ക് നിന്നെ ഇഷ്ടമാടി. ഞാൻ ഒത്തിരി നേരം ഇരുന്ന് ആലോചിച്ചടി. പിന്നെ നീ എന്നോട് ചോദിച്ചല്ലേ ഞാൻ എന്തിനാ നിന്റെ പിറകെ നടക്കണേന്ന്. ഇതാ കാരണം. നീ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ കൂട്ടുകാരിക്ക് പോലും ചുണ്ട തുമ്മ കൊടുത്തിട്ടില്ല. നീ പറഞ്ഞാൽ ശരിയാ, ആർക്കും അങ്ങനെ പറ്റില്ല. ഇതെൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് സിമ്പതിക്ക് പുറത്തുണ്ടായ ഇഷ്ടമല്ലാന്ന് ഞാനങ്ങനെ അറിയാം. ഇങ്ങനെ ഗീതു, ഐ ലവ് യു ഡി. ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. ഡാ, നീ പിന്നെ അവൾക്ക് മെസ്സേജ് അയച്ചൂലേ? ആർക്ക്? എന്നിട്ട് അമ്മൂന്. എടി അവളെ ഇങ്ങോട്ട് അയച്ചപ്പോ ഞാൻ തിരിച്ചൊരു ഹായ് അയച്ചോളൂ. നീയൊക്കെ ഹായ് അയക്കുന്ന വിശേഷം ചോദിച്ചോണ്ടാലേ? നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നേ? നിന്റെ ഫോൺ എൻ്റെ അടം വാങ്ങാത്തൊലി. എന്താണ് ഇവിടെ പ്രശ്നം? എടാ, ഇവനെ എന്നത് കണ്ടിട്ടാടാ അമ്മൂന്റെ പുറകെ നടക്കുന്നേ. അവനെ പ്രത്യേകിച്ചൊന്നും കാണണമെന്നില്ല. സൊള്ളാൻ ഒരാളെ കിട്ടിയാൽ മതി. ആദി. ഓ, അവന്റെ അമ്മൂടെ നീ എവിടെ പോയതാടാ? മെഡിക്കൽ സ്റ്റോറിൽ. എന്തിനാ? പാഡ് മേടിക്കാൻ. ആർക്ക്? നിനക്കോ? കൂടുതൽ വലിക്കണ്ട. അല്ലടി ഗൗരിക്ക് മേടിച്ചു കൊടുക്കാൻ. അവക്ക് പാഡ് മേടിച്ചു കൊടുക്കാൻ നീ ആരാ? അവളെ ഭർത്താവോ? അല്ലടി, അത് പിന്നെ സഹായത്തിന്. എന്റെ അമ്മൂടെ ഒരു സഹായിക്കാനുള്ള മനസ്സ് ഞാൻ കൂട്ടി തരാടാ. ഞാൻ ആർക്കൊന്നും മേടിച്ചു കൊടുക്കില്ല. നീയാണേ സത്യം. ഇനി എന്നെ തൊട്ട് സത്യം ഇട്ടിട്ട് ഞാൻ ചത്തുവാനോ? മിണ്ടാതിരിക്കട്ടെ അവളെ. ഓ, അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓ, ബൈ ദ വേ, കൺഗ്രാറ്റ്സ്. അയ്യോ, ഇവിടെ എന്ത് പിടിച്ച് മാറിയില്ലെങ്കിൽ കൺഗ്രാറ്റ്സ് പറഞ്ഞ സ്ഥലത്ത് ആരും ഇപ്പൊ പറയേണ്ടി വരും.
താങ്കളുടെ ഓക്കെ. ഐഷ് അങ്ങനെ പറഞ്ഞോടാ. വാ റൊമാൻസ്. അതെ കഴിഞ്ഞു ഇനി ബാക്കിയൊക്കെ പിന്നെ നിർത്തിട്ട് പൊക്കേടാ. ഐഷ് വിവരില്ലാത്ത തോണ്ടി നല്ലൊരു സീനായിരുന്നു. നിന്റെ ഒക്കെ കഴിഞ്ഞല്ലേ, ഇറങ്ങി പൊക്കേടാ. അതൊക്കെ കഴിഞ്ഞ തന്നെ പിന്നെ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂല്ലോ ഇങ്ങനത്തെ സീനൊക്കെ, നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഐഷ് എന്റെ ചക്കര എന്തിനാ വിഷമിക്കുന്നത്? വേണമെങ്കിൽ നമുക്ക് ആ സീനൊക്കെ കൂടുതൽ ആടാക്കാം. അതെ മെതി നിർത്ത്. ഇനി ഒരു സീനും ഇല്ല, ഒരു കോപ്പില്ല. അല്ലെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്യുന്ന കൊച്ചെ എന്ത് പാടുപെട്ടിട്ടാന്നറിയ സ്പേസ് വെച്ചൊരു വീഡിയോ ഇടുന്ന. ഇപ്പൊ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു. ഒരു ബൈ പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ നോക്കല്ല. ആ പറഞ്ഞത് പോയിന്റ്. അപ്പൊ എല്ലാവർക്കും ബൈ. കീത്തുവിന്റെ ആദ്യയുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ അവരെന്തോന്ന് വെച്ചാൽ ആയിക്കോട്ടെ, എന്തൊക്കെയാലും ഇത് ഇവിടെ തീരണു. ബൈ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞങ്ങളുടെ ഒരു ഒറ്റ റൊമാൻറ്റിക് സീൻ പോലും ഇട്ടിട്ടില്ല. ഇവനെ കൊണ്ട് ആരെ ഇങ്ങോട്ട് വന്നേ. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പൊ ബായ്, ഞങ്ങൾ പോട്ടെ. ബാ, എനിക്ക് വേറെ പണിയുണ്ട്. ആയിഷേ ഓക്കേടാ, ഞാൻ വീട്ടിൽ പോവാം, എനിക്ക് വേറെ പണിയുണ്ട്. നീ എന്താ ബായ് പറയാണ്ടിരുന്ന? എന്നെ ഒരു മെയിൻ ക്യാരക്ടറാക്കി കൊണ്ടുവരുന്നവരെ ഞാൻ ബായ് പറയത്തില്ല. അവർ ബായ് പറഞ്ഞാലോ ഇല്ലെങ്കിലും എനിക്ക് സ്റ്റോറി അവസാനിപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ വക ഒരു ബായ്, ഞാൻ പോകുന്നു. അപ്പം എന്നെ പറയാൻ പറ്റൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.